ഹലോ വെൽക്കം ടു എജ്യൂമിയോ മലയാളം. നമ്മൾ അമുലിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അമുൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. Amul is one of the India's most successful dairy cooperatives established in 1946 at Anand in Gujarat. 1946 ഗുജറാത്തിലെ ആനന്ദിലാണ് അമുൽ എന്നുള്ളൊരു എന്താ പറയുക ഒരു സക്സസ്ഫുൾ ഡയറി കോപ്പറേറ്റീവ്സിന്റെ ഒരു എസ്റ്റാബ്ലിഷൻ എന്ന് പറയുന്നത്. It was formed as a response to the exploitation of milk producers by private traders like Palson Dairy. അതായത് എന്താ പറയാ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമുൽ എന്നുള്ള കമ്പനി നിലവിൽ വന്നത്. പ്രൈവറ്റ് ട്രേഡേഴ്സ് ആയിട്ടുള്ള പാൽസൺ ഡയറി എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ട് ഇവരുടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടന്നുകൊണ്ടിരുന്നത്. The movement was led by Sardar Vallabhbhai Patel and Tribhuvan Das K. Patel. അതായത് ഈ മൂവ്മെന്റിന് അവസാനം കൈ പിടിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലും അതേപോലെ തന്നെ തിരുവൻദാസ് കെ പട്ടേലുമായിരുന്നു. Later, Verghese Kudian played a major role in making Amul a national success. അതിനുശേഷം വർഗീസ് കുര്യനാണ് മേജർ റോൾ ചെയ്തത് അമുലിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. The name Amul is derived from the Sanskrit word Amulya. അമൂല്യ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് അമുൽ എന്നുള്ള നെയിം വന്നത്. ദെൻ മീനിങ് ഈസ് പ്രൈസ്ലെസ്. The brand is managed by Gujarat Cooperative Milk Marketing Federation Limited. ഈ ഒരു ബ്രാൻഡ് മാനേജ് ചെയ്യുന്നത് ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്. ഇറ്റ് ഈസ് ദ അപെക്സ് ബോഡി ഓഫ് മിൽക്ക് കോപ്പറേറ്റീവ്സ് ഗുജറാത്ത്. ഇത് മിൽക്ക് കോപ്പറേറ്റീവ്സ് ഗുജറാത്തിൽ തന്നെ അപെക്സ് ബോഡിയാണ് മിൽക്ക് കോപ്പറേറ്റീവ്സിന്റെ. ദെൻ എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. അമുലിന് 3 ടയർ സിസ്റ്റം ആണുള്ളത്. അമുൽ ഫോളോസ് എ വെൽ ഓർഗനൈസ്ഡ് കോപ്പറേറ്റീവ് സ്ട്രക്ചർ. ഫസ്റ്റ് വില്ലേജ് ലെവൽ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫാമേഴ്സിനാണ് സപ്ലൈ ചെയ്യുക മിൽക്ക്. ദെൻ ഡിസ്ട്രിക്ട് ലെവൽ മിൽക്ക് യൂണിയൻസ്, പ്രോസസിംഗ് ആൻഡ് കളക്ഷൻ, അവിടെയാണ് മിൽക്കിന്റെ പ്രോസസ്സിംഗ് കളക്ഷൻസ് ഒക്കെ നടക്കുക. അടുത്തതാണ് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ ആയിട്ടുള്ളത് GCMMF ഫോർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. 3 തരത്തിലുള്ള ലിസ്റ്റാണുള്ളത്. ഒന്ന് വില്ലേജ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ഈ സ്ട്രക്ചർ എൻഷുവേഴ്സ് ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ഫാമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആൻഡ് എലിമിനേറ്റ് മിഡിൽമെൻ. അതായത് ഫാമേഴ്സും കൺസ്യൂമേഴ്സിനുള്ള ഒരു നേരിട്ട് കണക്ഷന് ഈ ഒരു സിസ്റ്റം ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ ഇടയിലുള്ള മിഡിൽമാനെ ഇവര് എലിമിനേറ്റ് ചെയ്യും ഇതുമൂലം. ഇനി എന്തൊക്കെയാണ് അമുലിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ടു എൻഷുവർ ഫയർ പ്രൈസ് ടു മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഫയർ ആയിട്ടുള്ള പ്രൈസ് എൻഷുർ ചെയ്യുന്നുണ്ട്. ടു സപ്ലൈ ക്വാളിറ്റി ഡയറി പ്രോഡക്ട്സ് ടു കൺസ്യൂമേഴ്സിന് നല്ല ക്വാളിറ്റിയുള്ള ഡയറി പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടു റിമൂവ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഇന്റർമീഡിയറ്റ്സ്, ഈ ഇന്റർമീഡിയറ്റ്സ് നമ്മൾ ഒരുപാട് ചൂഷണം ചെയ്യാറുണ്ട് പൊതുവെ, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സഹായിക്കും. ടു പ്രൊമോട്ട് റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റും, റൂറൽ ഡെവലപ്മെന്റും അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ഈ അമുൽ ഭയങ്കര സഹായകരമായിട്ടുണ്ട്. എന്തൊക്കെയാണ് അമുൽ സക്സസ് ആവാനുള്ള കാരണങ്ങൾ നോക്കാം. സ്ട്രോങ് സപ്ലൈ ചെയിൻ, എഫിഷ്യന്റ് മിൽക്ക് കളക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്, നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ ഉണ്ട്. അത് മുഖാന്തരം തന്നെ എഫിഷ്യന്റ് ആയിട്ട് മിൽക്ക് കളക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ലോ കോസ്റ്റ് എനർജി, അഫോർഡബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സിന് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ വൈഡ് പ്രോഡക്റ്റ് റേഞ്ച്, മിൽക്ക്, ബട്ടർ, ചീസ്, ഗീ, ഐസ്ക്രീം എക്സെട്ര, അതായത് ഒരുപാട് മിൽക്കിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ഇവർ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ബട്ടർ, ചീസ്, ഗീ, ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, അതായത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും ഓൾ ഇന്ത്യ അവൈലബിൾ ആണ് ഇവരുടെ ഡെലിവറി എന്ന് പറയുന്നത്. യൂസ് ഓഫ് ടെക്നോളജി, ഗവേണൻസ്, ഓട്ടോമേറ്റഡ് മിൽക്ക് കളക്ഷൻസ്, അതായത് ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫാർമർ പാർട്ടിസിപ്പേഷൻ, ഓണർഷിപ്പ് ബൈ ഫാമേഴ്സ് ഇൻക്രീസസ് ട്രസ്റ്റ്, അതായത് ഫാർമറിന്റെ പാർട്ടിസിപ്പേഷൻ, അവരുടെ ട്രസ്റ്റ്, ഈ കാര്യങ്ങൾ മുഖാന്തരമൊക്കെയാണ് അമുലിന് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും സക്സസ് ആവാനുള്ള കാരണം. ഇനി കുറച്ച് എക്സ്ട്രാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൂടെ നമുക്ക് നോക്കാം. അമുൽ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യസ് വൈറ്റ് റവല്യൂഷൻ, ഓൾസോ നോൺ ആസ് ഓപ്പറേഷൻ ഫ്ലഡ്. അതായത് ഇന്ത്യയുടെ വൈറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് അമുലാണ്. വൺ വേർഡ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാം. ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നും കൂടെ പറയും. ഇറ്റ് ഹെൽപ്ഡ് ഇൻ ഇന്ത്യ ബിക്കം ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഇൻ വേൾഡ്. നമ്മളെ വേൾഡിൽ തന്നെ നമ്മൾ ഇന്ത്യനെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൽ ഒന്നാമതാക്കിയത് അമുലാണ്. It follows the principle production by masses, not mass production. അതായത് ഒരു മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെ പ്രൊഡക്ഷൻ ബൈ മാസസ് ആണ്, നോട്ട് മാസ് പ്രൊഡക്ഷൻ.
പ്രൊവൈഡ് ഡെയിലി ഇൻകം ടു മില്യൺസ് ഓഫ് റൂറൽ ഫാമേഴ്സിന്. ഒരുപാട് റൂറൽ ഫാമേഴ്സിന് ഡെയിലി ഇൻകം വെച്ചിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫേമസ് ഫോർ ഇറ്റ്സ് ക്രിയേറ്റീവ് അമുൽ ഗേൾ അഡ്വർടൈസ്മെന്റ്. ഇവരുടെ നമ്മൾ അമുലിന്റെ പരസ്യത്തിന്റെ മുകളിൽ തന്നെ കണ്ടിട്ടുണ്ട്, ആ ഒരു ഗേൾ, ഒരു പെൺകുട്ടി ഉള്ളത്. അവര് അഡ്വർടൈസ്മെന്റ് ഭയങ്കര ക്രിയേറ്റീവ് ആണ്, അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. ആക്ട് ആസ് എ മോഡൽ ഫോർ കോപ്പറേറ്റീവ് സക്സസ് അക്രോസ് സെക്ടേഴ്സ്. കൺക്ലൂഷൻ: Amul is a perfect example of a successful cooperative that balances the interest of both farmers and consumers. Its model has inspired so many cooperative movements in India and abroad. Okay. അമുൽ എന്നുള്ള പാഠഭാഗത്തിന് ചിലപ്പോൾ കോപ്പറേറ്റീവിന്റെ എക്സാം ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, ഒരു 5 മാർക്കിനൊക്കെ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.